ഓരോ എക്സാമിനും നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് എക്സാം എഴുതാനായിട്ട് പോകുക അല്ലേ. പക്ഷേ എക്സാം എഴുതാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യാറുണ്ട് അല്ലേ. കറക്റ്റായിട്ട് ടൈം മാനേജ്മെൻറ്റ് ശരിയാവില്ല. അതേപോലെ തന്നെ കറ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഭയങ്കര ബാഡ് ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ ആയിരിക്കും നമ്മൾ എഴുതുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ മാർക്ക് നമുക്ക് ലോസ് ആയി പോകും അല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നത്. അതായത് നന്നായി പഠിച്ചാൽ മാത്രം പോരാ, എങ്ങനെ എക്സാം നന്നായിട്ട് വൃത്തിക്ക് എഴുതണം എന്നുള്ള കാര്യം കൂടെയാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെല്ലാവരും ഫേസ് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഒന്ന് ബാഡ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റിൻ്റെ പ്രോബ്ലം. ഈ രണ്ടെണ്ണം എങ്ങനെയാണ് നമുക്ക് ആ ഒരു രണ്ട് പ്രോബ്ലംസ് നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം ബാഡ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഇത് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് നല്ല സെറ്റായിരിക്കണം, നല്ല അടിപൊളിയായിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ചിലപ്പോൾ കുറച്ച് നമ്മൾ വിചാരിച്ച പോലെ അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ഒന്നും ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പം നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണോ മോശമാണോ അതൊന്നുമല്ല നമ്മുടെ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. എഴുതുന്ന കാര്യം നല്ല വൃത്തിയായിട്ട് എഴുതുക, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ ആൻസർ പേപ്പറിൽ എഴുതാനായിട്ട് നോക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മാത്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ നമുക്ക് കണക്കുകളൊക്കെ ചെയ്ത് നോക്കാനുണ്ടായിരിക്കും. അവിടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനും കൂട്ടാനും ഗുണിക്കാനും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം അത് നേരെ ഇങ്ങനെ നമ്മുടെ പേപ്പറിൽ തന്നെ ഇങ്ങനെ ഫുള്ള് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാതെ ഒരു സൈഡിൽ ഒരു കോളൊക്കെ വരയ്ക്കുക. ആ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കണക്കുകളൊക്കെ ചെയ്യാനുള്ളതൊക്കെ അവിടെ ചെയ്യുക. എന്നിട്ട് ആൻസർ ഏതാണെന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് എഴുതിയിരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ എന്താ പറയുക, കുറേ ഇങ്ങനെ വെട്ടും കുത്തും ഇതൊക്കെ നമ്മുടെ പേപ്പറിൽ നിന്ന് ഒരു വിധമൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഴുതി കഴിയുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് സംഭവിക്കുമല്ലോ. അപ്പോൾ നമ്മൾ വെട്ടിട്ട് കഴിഞ്ഞിട്ട് അതൊന്നിങ്ങനെ കറുപ്പിച്ച് അങ്ങനെ ഇരിക്കരുത്. ജസ്റ്റ് ഒരു വെട്ടിടുക. ഓക്കെ. പിന്നെ എപ്പോഴും ഭയങ്കര എന്താ പറയുക, കുറേ വെട്ടും കുത്തും അങ്ങനെ ആവാതെ നിൽക്കാതെ മാക്സിമം എന്ത് ചെയ്യുക, മിസ്റ്റേക്കുകളൊക്കെ മാക്സിമം കുറച്ച് നല്ല വൃത്തിയോടുകൂടെ ഹാൻഡ് റൈറ്റിൽ നമ്മളിപ്പോൾ എഴുതുന്ന കാര്യങ്ങൾ ഓരോ ലെറ്റേഴ്സും നമ്മുടെ ടീച്ചേഴ്സിനും വായിച്ചാൽ മനസ്സിലാവുന്ന തരത്തിൽ എഴുതാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ് എന്ന് തോന്നുന്നവരൊക്കെ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രശ്നമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കുറേ പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ കുറേ സമയം അങ്ങ് മാറ്റി വയ്ക്കും. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അതിൽ ചിലപ്പോൾ ഒരു 3 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് നമുക്ക് അറിയാലോ എന്ന് വെച്ചിട്ട് നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അതിൽ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് കുറേ സമയം അങ്ങോട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണോ മാർക്കുള്ളത് ആ മാർക്കിനനുസരിച്ചിട്ട് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ആവശ്യമില്ലാതെ കുറേ സമയം നിങ്ങൾക്ക് ആവശ്യമില്ലാതെ ചെറിയ മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ സമയം പാഴാക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അഥവാ ഇനി എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് ബാക്കി അതിൻ്റെ എഴുതാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ സോഷ്യലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിൻ്റെ ബാക്കി കുറച്ചൊക്കെ നിങ്ങൾ എഴുതി ബാക്കി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കിട്ടാത്ത ക്വസ്റ്റ്യനിൽ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ച് അങ്ങനെ സമയം കളയരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് നമുക്ക് ഇനി എഴുതാനുള്ള പോർഷൻ്റെ കുറച്ച് സ്പേസ് അവിടെ വിടുക, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഒന്നും മാർക്ക് ചെയ്യാനായിട്ട് വിട്ടുപോവുകയും ചെയ്യരുത്. ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂൾ ഓഫ് ടൈം, നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൂൾ ഓഫ് ടൈം നമുക്ക് കുറച്ച് സമയം തരുമല്ലോ. ആ സമയത്തിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്യുക. അതിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസും അറിയാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാം അതൊന്ന് നോക്കുക. അപ്പോൾ അതിലേതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നമ്മളൊന്ന് നോക്കി അതിനനുസരിച്ച് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ടൈം ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് വിചാരിക്കണം അല്ലേ, ഈ ഒരു സമയത്തിനുള്ളിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് തീർക്കണം, ഈ ഒരു സമയത്തിനുള്ളിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് തീർക്കണം. അങ്ങനെ ആ ഒരു രീതിക്ക് എന്ത് ചെയ്യണം, വേഗം തന്നെ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടൈമൊക്കെ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് സെറ്റാക്കി വെക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ടൊരു ടൈം നിങ്ങൾ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് മുന്നേ തന്നെ എക്സാം തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാതും എഴുതി തീർത്ത് ലാസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാനും കൂടെയുള്ള സമയം കിട്ടും. ഓക്കെ. ലാസ്റ്റ് റിവിഷൻ മറക്കരുത്. അതായത് റിവിഷൻ മീൻസ് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ അതൊന്ന് ചെക്ക് ചെയ്യണം, എല്ലാതും എഴുതി നമ്മൾ കറക്റ്റ് അല്ലേ. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ എഴുതിയതെല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് ഒന്നും കൂടെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ തിയറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ മിനി മാരത്തോണിൽ തിയറി പോർഷൻസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻസും പറഞ്ഞു തരുന്നതായിരിക്കും. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാമെന്നുള്ളത് പറഞ്ഞു തരും. അതേപോലെ തന്നെ ലാസ്റ്റ് എക്സാം ആകുന്ന സമയത്ത് നമുക്ക് ഇതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അവ
അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈവ് ഓരോ ദിവസവും കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, ലൈവ് അറ്റൻഡ് ചെയ്യുക. ഒപ്പം തന്നെ അതിൽ കമൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്യാഷ് പ്രൈസുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ ലൈവുകളും എന്ത് ചെയ്യണം, മിസ് ചെയ്യാതെ കറക്റ്റായിട്ട് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും കറക്റ്റായിട്ട് ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് എക്സാമിന് ഒരു കോൺഫിഡൻസ് കിട്ടി എന്നാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒത്തിരി ഫയർ എമോജീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിറയ്ക്കുക. ഓക്കെ, അത് കാണുന്ന ആൾക്കാർക്ക് അങ്ങോട്ട്, ബാക്കിയുള്ള കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് അവർക്ക് തോന്നണം, എക്സാം എഴുതാനായിട്ട് ഞങ്ങൾക്കും പറ്റും, അല്ലെ ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടെ എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ. അപ്പോൾ വേഗം തന്നെ പോയിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒത്തിരി ഫയർ എമോജീസ് കിട്ടും. ഹാർട്ടൊന്നും വേണ്ട, ഈ ഫുള്ള് ഫയർ തന്നെ, ഫുള്ള് ഫയർ എമോജീസ് കിട്ടും.